الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أولم يتفكروا في أنفسهم ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമും മനുഷ്യരുടെ ബുദ്ധിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോൾ ചില ധാരണകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ബുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും ഇസ്ലാമിൽ ഇല്ല എന്ന ധാരണയാണ് പ്രഥമമായി നമ്മൾ തിരുത്തേണ്ടത്. ഖുർആനിനെ പറ്റി ബുദ്ധി കൊടുത്ത് ചിന്തിക്കണമെന്നും അതിലൂടെ സ്രഷ്ടാവിനെ മനസ്സിലാക്കണമെന്നും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, താങ്കളിലേക്ക് പ്രവാചകരെ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് നാം ഇറക്കിയിട്ടുള്ളത്. എന്തിന്? ലിയദ്ദബ്ബറൂ ആയാത്തിഹി, ഇതിലെ ആയത്തുകൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. വലി യദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ഉത്ബുദ്ധരാകുവാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ മുസ്ലിം ആയാൽ അയാളുടെ ബുദ്ധി ഉപയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന ഒരു തെറ്റായ ധാരണ ഇസ്ലാം നിഷേധികളും അതുപോലെ മതനിഷേധികളും ഒരു പരിധിവരെ നമ്മുടെ മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റാൻ അവരുടെ എഴുത്തിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ശ്രമിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന് നേരെ എതിരാണ് ഈ വിഷയം. സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ വചനത്തിലും സൂറത്ത് നിസായിലെ 82-ാമത്തെ വചനത്തിലും ഇതേ ആശയം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ, അതിലെ ആയത്തുകൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ ശരിയാവണ്ണം പഠിച്ച് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ തിരിച്ചറിയണം എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്.
രണ്ടാമത് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിലൂടെ ആ സൃഷ്ടിപ്പിന്റെ അതിമഹത്തായ ഉത്ഭവ കേന്ദ്രത്തെ റഹ്മാനായ റബ്ബിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ആ പഠനം അള്ളാഹു ആവശ്യപ്പെടുന്നത്. അവലം യതഫക്കറു ഫീ അൻഫുസിഹിം, അവർ സ്വന്തത്തെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? എന്തൊരു അത്ഭുതമാണ് അവന്റെ സൃഷ്ടിപ്പും അവന്റെ കാര്യവും എന്ന്. മാ ഖലഖല്ലാഹു സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വ അജലിൻ മുസമ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളും അവക്ക് ഇടയിലുള്ളതും ഇല്ലാ ബിൽ ഹഖ്, മുറപ്രകാരമായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. വ അജലിൻ മുസമ്മ, അവക്കൊരു നിർണിതമായ അവധിയോട് കൂടിയും അല്ലാതെ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വ ഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ, മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വസിക്കാത്തവരത്രേ. എന്തിനാണ് മനുഷ്യനെ കുറിച്ച്, ഈ ആകാശഭൂമികളും അവക്കിടയിലുള്ളതിനെ കുറിച്ചും ചിന്തിക്കുവാൻ വേണ്ടി അല്ല പറഞ്ഞത്, പഠിക്കുവാൻ വേണ്ടി പറഞ്ഞത്? നാളെ ഒരു മരണാനന്തര ജീവിതം നിനക്ക് വരാനിരിക്കുന്നു എന്ന ബോധ്യം നിനക്ക് നൽകിയ ആ ലോകരക്ഷിതാവായ അള്ളാഹുവാണ് ഈ അണ്ഡകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനേറെ നിന്റെ അത്ഭുതകരമായ നിന്റെ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളും ഒക്കെ നീയൊന്ന് കണ്ടു മനസ്സിലാക്കിയാൽ ഇതിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ നിനക്ക് ബോധ്യപ്പെടാനാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതേ ആശയം റഹ്മാനായ റബ്ബ് സൂറത്തു ആല ഇമ്രാനിലെ 90-91 വചനങ്ങളിലും സൂറത്തു ഗാശിയയിലെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിലും മനുഷ്യനോട് ഈ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് സ്രഷ്ടാവിലേക്ക് എത്താൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, കഴിഞ്ഞുപോയ സമുദായത്തെക്കുറിച്ച് നകളിപ്പോടുകൂടി ജീവിക്കുന്ന മനുഷ്യനോട് പറയാണ്, നീ നിന്റെ കഴിഞ്ഞുപോയ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്, അതിലൂടെയും നിനക്ക് സ്രഷ്ടാവിനെ കണ്ടെത്താൻ പറ്റും. ഖുൽ, നബിയെ പറയുക, സിറൂ ഫിൽ അർളി, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കട്ടെ. സുമ്മൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അള്ളാഹുവിനെ നിഷേധിച്ച സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെ ആയിരുന്നു എന്ന്. അള്ളാഹുവിനെ തന്നെ നിഷേധിച്ച് പ്രമാണങ്ങളെ തന്നെ നിഷേധിച്ച് അഹങ്കാരികളായി ധനവും തങ്ങളുമാണ് ഏറ്റവും വലുതെന്ന് അഹങ്കരിച്ചവരുടെ ഓരോരുത്തരുടെയും അവസാനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാകും ഈ സൃഷ്ടിപ്പിനും ഈ ലോകത്തിന്റെ പരിപാലനത്തിനും ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നും ആ സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞത് ഓർമ്മപ്പെടും. സൂറത്ത് ഹിജ്റിലെ 46-ാമത്തെ വചനത്തിലും സൂറത്ത് അൻആമിലെ 6-ലും ഇതേ ആശയം റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വിശ്വാസികളെ, അറിവില്ലാതെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാതെ പ്രമാണങ്ങൾ ബോധ്യപ്പെടാതെ ഒന്നും നിങ്ങൾ പിൻപറ്റരുത് എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അന്ധമായി ഒന്നിനെയും പിൻപറ്റുവാൻ പാടില്ല. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിനെ പറ്റിയും നീ അതിന്റെ പിന്നാലെ പോകരുത് എന്നുള്ള പറയാം. കാരണം ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ്, നിന്റെ ബുദ്ധിയും നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും അത് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കേട്ടും കണ്ടും ചിന്തിച്ചും റഹ്മാനായ റബ്ബിനെ ബോധ്യപ്പെടുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു തെളിഞ്ഞ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തെയും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഏതൊരു കാര്യവും നോക്കൂ നിങ്ങൾ, നമുക്ക് ലഹരിയും ചൂതാട്ടവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിക്കണം, ഹറാമാക്കിയത് എന്തിനാ? മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്ന മത്തു പിടിപ്പിക്കുന്ന എന്തെന്നെയാണെങ്കിലും അത് ഉപേക്ഷിക്കണം എന്നാണ്. എന്താ കാരണം എന്നറിയോ? ഇന്നമാ യുരീദു ശൈത്വാൻ, തീർച്ചയായും പിശാച് അൻ യൂഖഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുവാനാണ്, ഇളക്കി വിടുവാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. എന്തിലൂടെ? ഫിൽ ഹംരി വൽ മൈസിർ, ചൂതാട്ടത്തിലൂടെ, അതുപോലെ
തന്നെ ലഹരി വസ്തുക്കളിലൂടെ, മദ്യത്തിലൂടെ നിങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ശത്രുതയും വളർത്താൻ പിശാച് ഉദ്ദേശിക്കുന്നു. കാരണം സ്വബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഈ ദുസ്വഭാവങ്ങൾ കൊണ്ടു നടക്കുക സാധ്യമല്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വയസുദ്ദക്കും അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന്, ശരിയായ ചിന്തകളിൽ നിന്ന് ഇത്തരം ദുശ്ശീലങ്ങൾ നിങ്ങളെ തടഞ്ഞുവെക്കും. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. കൃത്യമായി നമസ്കരിക്കാനും സാധിക്കാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ മദ്യവും ചൂതാട്ടവും ഇത്തരം അഡിക്ഷനുകൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു ചോദിച്ച ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും വിരമിക്കാൻ ആയില്ലേ? കാരണം വിരമിച്ചില്ലെങ്കിൽ നാളെയുടെ ലോകം കഠിനമായ ശിക്ഷയുടേതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, അതുകൊണ്ട് ഇസ്ലാം എന്ന പവിത്രമായ മതം അത് ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി ശരിയാവണ്ണം തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ പ്രമാണബദ്ധിതമായി അവന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നും അതിലൂടെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുമെന്നുമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ബുദ്ധിക്ക് അതീവ പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ പ്രമാണങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ രണ്ടാമത് നമ്മൾ തിരുത്തേണ്ടുന്ന ഒരു ധാരണ, ഈ ലോകത്ത് ചിന്തിക്കുമ്പോ, ഈ ലോകത്ത് ജീവിക്കുമ്പോ, ഈ ലോകത്ത് തന്റെ ചിന്തയും തന്റെ പഠനവും കൊണ്ട് ലഭിച്ച അറിവ്, അതായത് ബുദ്ധിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നും അതിനപ്പുറത്ത് യാതൊന്നും ഇല്ല എന്നുമുള്ള മൗഢ്യമായ ചിന്തയാണ് തിരുത്തേണ്ടത്. എന്റെ അറിവിന്റെ പരിധിയിൽ ഉള്ളതേ സത്യമായുള്ളൂ. എന്റെ അറിവ് കൊണ്ട്, എനിക്ക് തെളിവ് കൊണ്ട് ബോധ്യപ്പെട്ടത് മാത്രമേ ഞാൻ ചിന്തിക്കേണ്ടതുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നതാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ അറിയാത്ത എത്രയോ വിഷയങ്ങളുടെ ഒരു കലവറ തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്തിനേറെ, അവൻ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അവന്റെ ജീവൻ എന്താണ്? അവന്റെ ആത്മാവ് എന്താണ്? ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് മരണം? എന്താണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്? എന്താണ് അവന് നഷ്ടപ്പെടുന്നത്? അവന്റെ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിലെ പഠനങ്ങൾ കൊണ്ട് കുറച്ചു മാത്രമാണ് ഈ രണ്ട് വിഷയങ്ങളിൽ പോലും. ബാക്കിയുള്ളത് എത്രയെത്ര അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് തനിക്ക് ബോധ്യപ്പെട്ടതും തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതും അല്ലാത്തതൊക്കെ അസത്യമാണ് എന്നും തന്റെ ജീവിതത്തിൽ അതൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നുമുള്ള ചിന്ത അള്ളാഹു ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നില്ല. അള്ളാഹ് പറയുന്നു, വയസ്അലൂനക അനിർ റൂഹ്, വയസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചകരെ, അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ചാണ് അവർ താങ്കളോട് ചോദിക്കുന്നത്. ഖുൽ, നബിയെ പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവിന്റെ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. നമ്മൾ കണ്ടും കേട്ടും തൊട്ടുമൊക്കെ അറിയുന്ന ആ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് എത്രമാത്രം പരിമിതി ഉള്ളതാണ് എന്ന് നമുക്കറിയാം. ശാസ്ത്രത്തിന് പരിമിതിയുണ്ട്, അല്ലെ? ഇന്ന് ഏറ്റവും വളർച്ചയിൽ അത്യുന്നതിയിലെത്തിയിരിക്കുന്നു ശാസ്ത്രം എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തിനും പരിമിതിയുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഭൂമിയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെല്ലാം ധാരണകളാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യൻ ശാസ്ത്രീയമായി തെളിയിച്ചു എന്ന് പറയുന്നവർ തന്നെ തിരുത്തി പുതിയ വിവരങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അതെ, മനുഷ്യൻ കണ്ടെത്തിയ അറിവുകൾക്ക് പരിമിതിയുണ്ട് എന്നർത്ഥം. അതുകൂടി നമ്മൾ ഉൾക്കൊള്ളണം. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്, നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. കാരണം എന്താ വെച്ചാൽ, ഒരാളുടെ അറിവ് മറ്റൊരാളുടെ അറിവുമായി ചേർത്ത് വെക്കുക സാധ്യമല്ല, വ്യത്യസ്തമായിരിക്കും. ഒരാളുടെ തൊഴിലിൽ നിന്ന്, അയാളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, അയാളുടെ അനുഭവത്തിൽ നിന്ന്, അയാളുടെ ചുറ്റുപാടിൽ നിന്ന് അയാൾക്ക് ലഭിച്ച അറിവിന്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അയാൾക്കറിയുക. ഒരു ഡോക്ടറുടെ അറിവല്ല ഒരു എഞ്ചിനീയർക്കുള്ളത്. ആ 2 പേരെയും താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇവർക്കില്ലാത്ത വേറെ ചില അറിവുകളാണ് കർഷകർക്കുള്ളത്, അല്ലെ? നാട് ചുറ്റിയവർക്ക് വേറെ വിവരമാണ്, സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടിയവർക്ക് വേറെ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ബുദ്ധിയും ആപേക്ഷികമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എന്തിനാണ് ഇത്ര വിശാലമായി ഈ വിഷയം പറഞ്ഞത്? സഹോദരങ്ങളെ, ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനം ഉണ്ട്.
എന്നാൽ ബുദ്ധി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഏതാണ് ഏറ്റവും വലിയ ബുദ്ധി, ഏറ്റവും വലിയ ശരി ഏതാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ലോകത്തിനൊരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടാൽ, അത് നമ്മുടെ മനസ്സിനോട് പ്രമാണങ്ങളിൽ നിന്ന് കൃത്യതയോടുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ, ആ പ്രമാണങ്ങൾ ആ രക്ഷിതാവിൽ നിന്ന് ഉള്ളതാണ് എന്നും അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എന്നും ബോധ്യപ്പെട്ടാൽ അതിന് പൂർണ്ണമായി കീഴൊതുങ്ങുക എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അത് തെറ്റുകയില്ല. അത് റഹ്മാനായ റബ്ബിങ്കൽ നിന്ന് അവതീർണമാണ്. മനുഷ്യർ എന്തിനൊക്കെ കീഴ്പ്പെടാറുണ്ട്? നമുക്കൊരു രോഗം വന്ന് നോക്കട്ടെ. കഠിനമായ രോഗം ഒരാൾക്ക് ബാധിച്ചു, അയാൾ എന്ത് ചെയ്യും? അടുത്തുള്ള ഡിസ്പെൻസറി പോകും. ആ ഡോക്ടറെ അയാൾക്ക് വിശ്വാസം വരൂല. അങ്ങനെ ധാരാളം ഡോക്ടർമാരെ കണ്ടതിന് ശേഷം അവനൊരു നിഗമനത്തിലെത്തും, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്നൊരു നല്ല ഡോക്ടർ ഉണ്ട് എന്ന്. അയാൾ അപ്പുറത്തേക്ക് ഇനിയൊരു വർത്തമാനം പറയാൻ കേരളത്തിലല്ല ലോകത്തിന് ഒരു ഡോക്ടർ ഇല്ല എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ, ഒരു യഖീൻ വന്നാൽ, നമ്മൾ അയാൾക്ക് മുമ്പിൽ മലർന്ന് കടന്നു കൊടുക്കും, അല്ലേ? എന്ത് ഓപ്പറേഷനും ചെയ്യാം, എന്ത് ചികിത്സയും ചെയ്യാം. കാരണം എന്താ? നമുക്കത് ബോധ്യപ്പെടാണ്. പക്ഷെ ആ ഡോക്ടർക്കും തെറ്റുപറ്റും, അപകടങ്ങൾ സംഭവിക്കും. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിന് ബോധ്യപ്പെട്ട ഒരു വിഷയത്തെ വിശ്വസിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് റഹ്മാനായ റബ്ബ് തന്നിട്ടുണ്ട്. വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ബുദ്ധി കൊടുത്ത് പാരായണം ചെയ്താൽ ബോധ്യപ്പെടും. നമുക്കൊരു ആത്മാവുണ്ട് എങ്കിൽ ആ ആത്മാവിന് ഒരു യാത്രയുണ്ട് എന്നും അത് മരണമാണ് എന്നും ആ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് ഖുർആനിൽ നിന്ന് നമ്മെ കൃത്യതയോടുകൂടി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മരിക്കുമെന്നാൻ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ. സൂറത്ത് മുഅ്മിനൂനിലെ തുടക്കത്തിലെ പേജ് ഒന്ന് വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്യത്ഭുതങ്ങളെ കുറിച്ച് റഹ്മാനായ റബ്ബ് ഇങ്ങനെ വർണ്ണിക്കാൻ. എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്? എങ്ങനെയാണ് ഒരു ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നത്? അതിന്റെ ഓരോ ഘട്ടങ്ങൾ എന്താണ് എന്നതിന് ശേഷം അല്ലാഹു പറയാം, നീ ഭൂമി ലോകത്തേക്ക് ഒരു സുന്ദര സൃഷ്ടിയായി നീ പിറവി കൊള്ളപ്പെടും. അതോടുകൂടി അവസാനിക്കുന്നില്ല. അത് അവസാനിക്കുമായിരുന്നുവെങ്കിൽ അതിനുശേഷം സുന്ദരമായി ഒരു സസ്യത്തെ പോലെ വളർന്നു വന്ന നമ്മെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതിൽ എന്ത് പങ്കാണ് നമുക്കുള്ളത്? വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അല്ലേ? നമ്മളങ്ങ് വളർന്നു പോയി. ആ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പങ്കില്ല എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ശേഷമുള്ള രണ്ട് ചെറുവാചകങ്ങൾ ഓതി നോക്ക്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ. നിങ്ങൾ മരിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്ത വചനം റഹ്മാനായ റബ്ബ് പറഞ്ഞത് സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസുൻ. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ എഴുന്നേറ്റ് വരും. നിങ്ങൾ ചെയ്ത അമലുകൾ അല്ലാഹു പരിശോധിക്കും. നിങ്ങൾ ചെയ്ത നന്മകൾ തൂക്കി നോക്കും. ആ നന്മകൾക്കനുസരിച്ച് നിങ്ങൾക്ക് സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെടും. ഖാലിദീന ഫിഹാ. അവിടെ നിങ്ങൾ നിത്യവാസികളായിരിക്കും. ഇത് ഖുർആനിൽ നിന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു പ്രമാണത്തെയും കൃത്യമായി വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ലക്ഷണമാണ്. അല്ലാത്തത് സംശയരോഗിയുടെ ലക്ഷണമാണ്. സംശയിക്കുന്നവൻ മുനാഫിഖാണ്. നോക്കൂ നിങ്ങൾ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ പാടില്ല തന്നെ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂലും നിന്റെ ജീവിതം ഇങ്ങനെയേ പാടുള്ളൂ എന്ന് മനുഷ്യരോടല്ല അല്ലാഹു പറഞ്ഞത്. ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ. അല്ലാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശുദ്ധ ഖുർആനിലും ഖദാ ഖദറിലും വിശ്വസിക്കുന്ന ഒരാളാണോ നീ എങ്കിൽ നിന്റെ ജീവിതത്തിൽ പിന്നീട് നിനക്കൊരു നിലപാട് മാറ്റം പാടില്ല. അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച സ്വതന്ത്രമായ ഒരു അഭിപ്രായം പിന്നീട് വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞതുപോലെ ആയിരിക്കണം. വമൻ യഅസില്ലാ.
അതാരെങ്കിലും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ വറസൂലഹു, റസൂലിന്റെ കൽപ്പനക്ക് ധിക്കാരം കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴിപ്പിഴവിൽ തന്നെയായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ബുദ്ധി കൊടുത്ത് പ്രമാണങ്ങൾ പരിശോധിച്ച് പ്രപഞ്ചത്തെ കണ്ടെത്തി പ്രപഞ്ചത്തെ മനസ്സിലാക്കി തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തനിക്കൊരു സ്രഷ്ടാവിനെ ബോധ്യപ്പെടുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടെന്നും ആ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രമാണബദ്ധിതമായ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഒരിക്കലും പിഴക്കാത്ത അള്ളാഹുവിന് കീഴ്പ്പെടാൻ പലർക്കും കഴിയുന്നില്ല. അള്ളാഹു പറഞ്ഞതിലും സംശയിക്കുന്നു എന്നതാണ് ഇന്നിന്റെ കാലത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾ അറിയണം. റഹ്മാനായ റബ്ബ് അവന്റെ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബുദ്ധിയും ഇസ്ലാമും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അസംഭവ്യമായ ഒരു കാര്യമോ ഖുർആനിലോ ഹദീസിലോ ഇല്ല എന്നതാണ് വസ്തുത. എന്നാൽ ചില കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഉണ്ടാവാം. ഇവിടെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരം ആളുകൾ, നേരത്തെ സൂചിപ്പിച്ച ആളുകൾ, ഇത്തരം കാര്യങ്ങളാണ് ബുദ്ധിക്ക് എതിര് ആയ കാര്യങ്ങൾ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ് നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന സഖൂം വൃക്ഷത്തെ കുറിച്ച്. ഇന്ന് പലരും അത് നിഷേധിക്കും. നരകത്തിലെ മരം, അതൊരു അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ്. എങ്ങനെയായിരിക്കും? അല്ലാഹു അഅലം. അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് വിശ്വാസം. യൂനസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇന്ന് ആളുകൾക്ക് മനസ്സിൽ സംശയം തുടങ്ങിയിരിക്കുന്നു. എന്താ സംശയം? യൂനസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു കഠിനമായ പരീക്ഷണം. അദ്ദേഹം സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് ഇസ്ലാമിക ചരിത്രം. അപ്പോ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഓക്സിജനോ? സംശയമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ദന്നൂനിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നതിന്റെ പേരിൽ തള്ളുന്ന ആളുകൾ, അല്ലെ? ഇത്തരം ആളുകൾ മുൻകാല മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തി തിരിച്ചു മക്ക തന്നെ എത്തി എന്ന് പറഞ്ഞപ്പോ അന്ന് വിശ്വസിച്ച കൂട്ടത്തിൽ ചില ആളുകൾ, അവർക്കൊരു ചെറിയൊരു സംശയം, പ്രവാചകന് എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന്, പറഞ്ഞതൊക്കെ തെറ്റിപ്പോകുന്നല്ലോ എന്ന്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലേക്ക് ആളുകൾ ഓടിച്ചെന്ന് ചോദിക്കുന്നത്, അല്ല, താങ്കളാണല്ലോ പ്രവാചകനോട് ഏറ്റവും അടുത്ത ആള്, ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? അതെ, എങ്കിൽ ഞാൻ വിശ്വസിച്ചു. വാനലോകത്തു നിന്ന് ജിബ്രീൽ എന്ന മലക്ക് വന്ന് വഹ്യ് ഓതിക്കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് പ്രവാചകൻ പോയി വന്നു എന്ന് വിശ്വസിക്കാൻ ഒരു തടസ്സമില്ല എന്നാണ്. അന്നാണ് റസൂലുള്ള പേര് വിളിച്ചത് അബൂബക്കർ അസ്-സിദ്ദീഖ്, അല്ലേ? അത്ര കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു. നമ്മളും അങ്ങനെ സംശയലേശമന്യേ, ഒരു സംശയത്തിന് ഇടവെക്കാതെ അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ ശരിയായി അംഗീകരിക്കലാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് കാലം മാറിയപ്പോ പലരും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, ദീർഘമായ വചനം, നമ്മളൊന്ന് ശരിക്ക് കേൾക്കണം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ്.
പ്രവാചകരെ, നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അവനത്രേ. അള്ളാഹിനെ കുറിച്ച് പറയാം. എന്നിട്ട് അല്ലാഹ് പറയാ, ഖുർആനിൽ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുത്തശാബിഹാത്ത്. അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങൾ ഉണ്ട്. അവയത്രേ വേദഗ്രന്ഥത്തിന്റെ മൗലികമായ ഭാഗം. ആശയത്തിൽ സദൃശമുള്ള ചില വചനങ്ങളും അതിൽ ഉണ്ട്. ഖുർആനെ കുറിച്ചല്ല പറയണേ. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. എന്നാൽ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ളവയെ പിന്തുടരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ സാക്ഷാൽ വ്യാഖ്യാനം അല്ലാഹുവിനെ അറിയുകയുള്ളൂ. വറാസിഖൂന ഫിൽ ഇൽമ്, അറിവിൽ അടിയുറച്ചവരാകട്ടെ, യഖൂലൂൻ, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ്, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരല്ലാതെ ആലോചിച്ചു മനസ്സിലാക്കുകയില്ല. എത്ര കൃത്യമാണ് ആയത്ത്. അള്ളാഹിനെ കുറിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ സംശയിക്കാൻ പാടില്ല. അള്ളാഹിന്റെ ഖുർആനിലൊരു വചനത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ, അതൊക്കെ പണ്ടത്തെ കഥ, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ വിശദീകരിക്കണം. ഖുർആനിലുള്ളതാണ് അല്ലെ? സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓദിപ്പിക്കുന്നത് എന്തിനാ സഹോദരങ്ങളെ? അള്ളാഹു അത്യത്ഭുതമായി പറഞ്ഞ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ബോധ്യപ്പെടണം. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന അത്ഭുതകരമായ സന്തോഷം നൽകുന്ന ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളേണ്ടതില്ലേ? ഈ ദുനിയാവിലെ ഈ കഷ്ടപ്പാടുകൾക്ക് ശേഷം, ഈ ദുനിയാവിലെ ദുരന്തങ്ങൾക്ക് ശേഷം നമുക്കൊരു നല്ല ജീവിതം റഹ്മാനായ റബ്ബ് വാക്ക് തന്നതല്ലേ, അതെന്തിനു നഷ്ടപ്പെടുത്തണം? എന്നിട്ട് ചില ആളുകൾ പറയും എല്ലാ ഹദീസും എടുക്കണമെന്ന്. അല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട സ്വഹീഹായ ഹദീസ് എടുക്കണം. അറബിൽ എഴുതിയതൊക്കെ എടുക്കണമെന്ന അല്ല, അത് ശരിയായത് സ്വീകരിക്കണം. ഇവിടെ അഖ്ലും നഖ്ലും ഒന്നിച്ചു വന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിൽ വന്ന ഒരു കാര്യം തനിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ സ്വീകരിക്കേണ്ടത് ബുദ്ധിയല്ല, അവിടെ പ്രമാണമാണ്. കാരണം അതിന് എന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രം അറിവ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാന്റെ റസൂല് പറഞ്ഞു പ്രാർത്ഥിക്കാൻ, അതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന്, അല്ലാതെ നിഷേധിക്കാൻ പാടില്ല. ഇന്ന് ചില ആളുകൾ പറയണെന്ത്, മുസ്ലിമുകളെ കൂട്ടത്തിൽ പരീക്ഷിച്ചിട്ട് മനസ്സിലായത് എടുത്താൽ മതി എന്നാണ്. എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈച്ചയെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് അറിയോ? കളിയാക്കിയിരുന്നില്ലേ മുസ്ലിം ഉമ്മത്തിന്? എന്താ ഹദീസ്? ഈച്ചയുടെ ഒരു ചിറകിൽ പിന്നെ വിഷമുണ്ട്, മറ്റൊന്നിൽ അതിന്റെ ഔഷധമുണ്ട് എന്നാണ്. അപ്പോ വെള്ളത്തിലോ എവിടെയെങ്കിലും വീണാൽ അതിനെ മുക്കി അതിനെ ഒഴിവാക്കിയാൽ മനുഷ്യന് വേണമെങ്കിൽ ഉപയോഗിക്കാനാണ്. അതെന്നെ കുടിക്കണം എന്നല്ല, കുടുങ്ങിയ ഘട്ടത്തിൽ അങ്ങനെ ഉള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പൊ അത് പരീക്ഷിച്ച് തെളിഞ്ഞു, അപ്പൊ ഹദീസ് സ്വീകരിക്കാൻ നമ്മൾ പറയണേ അല്ലെ? തേന്, ഖുർആൻ പറഞ്ഞ തേനിൽ ഔഷധമുണ്ട്, അള്ളാഹ് പറഞ്ഞതാണ്. അത് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് സ്വീകരിക്കാം. എന്നാലേ സംസം വെള്ളത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതൊന്നും അത് പച്ചവെള്ള, അതിനൊന്നും അത്ര പോരിച്ചു കൊടുക്കേണ്ടതില്ല. മോഡേണിസ്റ്റുകളായിട്ടപ്പം ഈ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അജുവാക്കാരക്കൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞ കുറെ പോരിശകളും മഹത്വങ്ങളും ഉണ്ട് അല്ലെ? അത് പ്രവാചകം പഠിപ്പിച്ചതാണ്. നിങ്ങൾ കഴിച്ചും കണ്ട് നിങ്ങളെ മൂർഖം പാമ്പ് കൊത്തി വിഷറങ്ങും, പരിഹസിക്കുമ്പോ ആളുകൾ ചിരിച്ചേക്കാം. സഹോദരങ്ങളെ, സ്വഹീഹായ ഹദീസിൽ വന്ന ഒരു പ്രമാണത്തെ പരലോകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നാളെ വിചാരണക്ക് എഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ പിൻപറ്റുക.
അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന താല്പര്യം. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് ജീർണിച്ചു പോകാൻ പാടില്ല, അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ല, ഷിർക്കിലേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിനെ പറ്റങ്ങട്ട് ബുദ്ധിക്കും അതുപോലെ തന്നെ തന്റെ ചിന്തയിലേക്കും കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് ഒരു ഉപരിവിപ്ലവമായ സംഗതി മാത്രമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ നടുക്കാണ് കാര്യം. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രമാണബന്ധിതമായി ഉൾക്കൊള്ളാൻ പറ്റുന്നതേ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അവിടേക്ക് എന്റെ ബുദ്ധിയും വിവരവും എന്റെ പഠനവും സമ്പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവുള്ള ബുദ്ധിയുള്ള മനുഷ്യനാകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇസ്ലാം വിമർശകരുടെ കാലത്ത് ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും നെറ്റിത്തടം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ, നാളെ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണമെന്നാണ് ജീവിതത്തിലെ ലക്ഷ്യമെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി പഠിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കണം. അവിടെ ഇസ്ലാം നമ്മോട് സംസാരിക്കുന്നത് ബുദ്ധി കൊണ്ട് പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ഉൾക്കൊള്ളുവാനാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും ശരിയാവണ്ണം സലഫുകളെ പോലെ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും പ്രവാചകന്റെ തിരുസുന്നത്തും സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും അള്ളാഹുവിനെ ദീനിനെ സമ്പൂർണമായി സ്വീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യസന്താനങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.